ജനഹിതമറിഞ്ഞ് ജനങ്ങളോടൊപ്പം എന്ന പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ സന്ദർശിക്കുന്ന ഡിസ്ട്രിക്ട് കണക്ട് പരിപാടിക്ക് വാഴക്കാട് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആരിഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ചടങ്ങിന് സ്വാഗതവും പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലും സംഘവും ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ നേരിട്ടെത്തി സന്ദർശിച്ചു. ഊർക്കടവ് പാലം പരിസരത്തെ ഗ്രൗണ്ടിന് അനുയോജ്യമായ ഇറിഗേഷൻ ഭൂമി, അപകട ഭീഷണിയുള്ള ഊർക്കടവ് വളവ്, മുണ്ടുമൊഴിയിലെ കായിക മൈതാനത്തിനായി കണ്ടെത്തിയ സ്ഥലം, വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ പരിസരത്തെ പിടിച്ചിട്ട വാഹനങ്ങൾ, വാലില്ലാപ്പുഴ തടാകം, ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം ഗ്രൗണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലാണ് കളക്ടറും സംഘവും സന്ദർശനം നടത്തിയത്. പ്രദേശവാസികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വിവിധ വിഷയങ്ങളിലുള്ള പരാതികളും കളക്ടർ സ്വീകരിച്ചു. നാടിന്റെ അടിയന്തര വികസന ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് ചടങ്ങിൽ നിവേദനങ്ങൾ സമർപ്പിച്ചു. ദിനംപ്രതി 500ഓളം OP രോഗികളെത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അധിക ഡോക്ടറെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും നിയമിക്കുക, പോലീസ് സ്റ്റേഷൻ പരിസരത്തെ അപകട വാഹനങ്ങൾ മാറ്റി പൊതുജന സുരക്ഷ ഉറപ്പാക്കുക, ചാലിയാറിലെ എക്കൽ മണ്ണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യുക, മുടക്കോഴിമല സർവേ നടത്തി മിച്ചഭൂമി തിട്ടപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ മുണ്ടുമൊഴി ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കൽ, ചാലിയപ്പുറം ഹൈസ്കൂൾ കായിക മൈതാനത്തിന് ഭൂമി തരം മാറ്റ അനുമതി, ഊർക്കടവിലെ മൈനർ ഇറിഗേഷൻ സ്ഥലം കായിക മൈതാനത്തിനായി വിട്ടുനൽകൽ, എളമരം പാലത്തിന് സമീപം ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും നിർമ്മിക്കാനുള്ള അനുമതി എന്നിവയും ഭരണസമിതി ആവശ്യപ്പെട്ടു. ചടങ്ങിൽ കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ജെയ്സൽ എളമരം, ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശിവൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ C മുംതാസ്, മുസ്തഫ വാഴക്കാട്, പുഷ്പായം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി GGB ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.